വെയിറ്റ്. ഇതുവരെ +2 മാത്സിൽ നിങ്ങൾ പഠിച്ചതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്ത ചാപ്റ്റർ ഏതാ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനിറ്റ്ലി ആൻസർ പറഞ്ഞിരിക്കുക ഇൻ്റഗ്രൽസാണ്. ഇനി ഇൻ്റഗ്രൽസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററും 13 പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എന്നോട് പറയുന്ന ആൻസറും ഇൻ്റഗ്രൽസ് തന്നെയായിരിക്കും. ഇൻ്റഗ്രൽസ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അത് സത്യമാണോ അല്ലേ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്താണ് ഇൻ്റഗ്രൽസ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാൻ കാരണം? ഇൻ്റഗ്രൽസ് ആണ് നമ്മുടെ +2 മാത്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ. ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പുതിയൊരു കാര്യമാണ് പഠിക്കുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. ചെയ്യുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക? ആദ്യം ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാവും, പിന്നെ ആ ചോദ്യം കാണുമ്പോൾ നമുക്കൊരു ഐഡിയ പോലും കിട്ടില്ല. അവിടെയും ഇവിടെയായിട്ട് ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. മൊത്തത്തിൽ ഇൻ്റഗ്രൽസ് ടഫാണോ എന്ന് ചോദിച്ചാൽ ഇൻ്റഗ്രൽസ് അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തിനാ വെറുതെ കളവ് പറയുന്നത്? ഇൻ്റഗ്രൽസ് ബുദ്ധിമുട്ടാണ്. ഇനി ഈ ഇൻ്റഗ്രൽസ് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് ഇൻ്റഗ്രൽസ് നല്ലതുപോലെ മനസ്സിലാക്കി അതിലെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 9 മാർക്കാണ് ബോർഡ് എക്സാമിന് ഇൻ്റഗ്രൽസിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിക്കും, സാർ ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്തുകൂടെ? ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്താൽ പ്രശ്നമില്ല, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നല്ലോണം പഠിച്ചാൽ പോരെ? ബാക്കി പിന്നെ 71 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്റർ എല്ലാം കൂടി പഠിച്ചാൽ പോരെ? പ്രശ്നമാണടാ. ഇൻ്റഗ്രൽസ് അഥവാ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഡിഫറൻഷ്യൽ ഇക്വേഷനും സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഇതിലൊക്കെ ഇൻ്റഗ്രേഷൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് 60 മാർക്ക് നിങ്ങൾക്ക് എഴുതി കിട്ടുന്നതിൽ 17 മാർക്കും ആർക്കുള്ള പങ്കാണ്? ഇൻ്റഗ്രൽസിനുള്ളതാണ്. ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഇൻ്റഗ്രേഷൻ ഡിഫിക്കൽട്ടാണ് എന്ന് ചോദിച്ചാൽ, ഇൻ്റഗ്രേഷൻ വലിയ ചാപ്റ്ററാണ്. ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ഏത് ടൈപ്പ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകില്ല. അപ്പോൾ ഇതിനൊക്കെ കറക്റ്റായുള്ള സൊല്യൂഷൻസ് ഉണ്ടോ? എവരി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ എന്നാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അപ്പോൾ ഇതിനും പരിഹാരമുണ്ട് തീർച്ചയാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽസ് പഠിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റർ പോകുമെന്ന് പറഞ്ഞതും സത്യമാണ്. നിങ്ങൾക്ക് വേണ്ടി, അതായത് ഇൻ്റഗ്രൽസ് ബുദ്ധിമുട്ടാണ് എന്ന് അറിയുന്നത് കൊണ്ട് ഇൻ്റഗ്രൽസ് എങ്ങനെ പെർഫെക്റ്റ്ലി ഒരു സിസ്റ്റമാറ്റിക്കലി നിങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റ് സ്ട്രക്ചർ ആക്കിക്കൊണ്ട് എങ്ങനെ പഠിപ്പിച്ച് തരാം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഐ ഹാവ് എ സൊല്യൂഷൻ. എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ക്ലബ് ലൈവ് തരാനായിട്ട് തീരുമാനിച്ചു ഇൻ്റഗ്രൽസിൻ്റെ. നിങ്ങൾക്കറിയാം, എജുപോർട്ടിൻ്റെ പെയ്ഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതാണ് എജുപോർട്ടിൻ്റെ ക്ലബ് ലൈവുകൾ. മാത്സ് ക്ലബ്ബിൽ ഇൻ്റഗ്രൽസിന് വേണ്ടി നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ഫോർ ഇൻ്റഗ്രൽസിന് വേണ്ടി മാത്രം ഒരു ലൈവ് തരാൻ പോവുകയാണ്. ആൻഡ് ഈ ലൈവിൻ്റെ ഒരു പ്രത്യേകത, ഈ ലൈവ് വരുന്നത് സൺഡേ 9 AM. ഈ വരുന്ന സൺഡേ, കമ്മിങ് സൺഡേ 9 മണിക്കാണ് ലൈവ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, എജുപോർട്ട് ആപ്പ് സ്റ്റുഡൻസിന് മാത്രമല്ല ഇൻ്റഗ്രൽസിൻ്റെ ഈ ലൈവ് കൊടുക്കുന്നുള്ളൂ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത്, അല്ലെങ്കിൽ ഞാനും സുഹേൽ സാറോടെയൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത്, പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമല്ല. എന്തുകൊണ്ട് പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമല്ല എന്ന് ചോദിച്ചാൽ, ഇൻ്റഗ്രൽസ് ബുദ്ധിമുട്ടാണ് കേരളത്തിൽ മാത്സ് പഠിക്കുന്ന ഒരുവിധം കുട്ടികൾക്കെല്ലാം. അപ്പോൾ എല്ലാവരും ഇൻ്റഗ്രൽസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോൾ, അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും പഠിച്ചോട്ടെ, ബട്ട് വൺ കണ്ടീഷൻ, താല്പര്യമുള്ള ആൾക്കാർ മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് യൂട്യൂബിൽ നമ്മൾ പബ്ലിക് ലൈവായിട്ട് തരാനൊന്നും പോകുന്നില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക്, അതായത് ഇൻ്റഗ്രൽസ് വളരെ കൃത്യമായിട്ട് കിടിലനായിട്ട് പഠിച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും അതിൻ്റെ ബാക്കിയായിട്ട് പഠിക്കണമെന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഗൂഗിൾ ഫോം താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് എജുപോർട്ടിൻ്റെ പെയ്ഡ് സ്റ്റുഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം കൂടി തരുന്നു. നിങ്ങൾക്കൊരു ലിങ്ക്, ഒരു ഗൂഗിൾ ഫോം താഴെ കമൻറ്റ് ബോക്സിൽ തരാം. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ നമ്പറും അഡ്രസ്സും, പക്ഷേ മെയിൽ ഐ ഡി മതിയാവും, അഡ്രസ്സൊന്നും വേണ്ട, നിങ്ങളുടെ നമ്പറും മെയിൽ ഐ ഡിയും വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഓട്ടോമാറ്റിക്കലി എത്തുന്നതായിരിക്കും. അത് ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും വേണ്ടി നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. പഠിക്കണമെന്ന് താല്പര്യമുള്ള, ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം, ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് എന്തായാലും സെറ്റാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഞായറാഴ്ചത്തെ 9 മണിയുടെ ലൈവിൽ വരിക. ലൈവിൽ വരണമെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ, നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക്, ക്ലബിൻ്റെ ഈ ക്ലബ് ലൈവിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ അടിപൊളിയായിട്ട്, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ സ്ട്രക്ചേർഡായിട്ട് ഇൻ്റഗ്രൽസ് നമ്മൾ പഠിപ്പിച്ചിരിക്കും. അപ്പം നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പം 9 മണി സൺഡേ ഇൻ്റഗ്രൽസ് കിഡിലൻ ലൈവ് കാണാം.